എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും അറിയാം, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലെങ്കിൽ SIRന്റെ എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ ജാഗ്രത മാത്രം മതി. എല്ലാവരും ഫോം ഫില്ല് ചെയ്തു എന്ന് ഉറപ്പിച്ചാൽ മാത്രം മതി. എന്യൂമറേഷൻ ഫോമിന്റെ ഒരു അതിന്റെ ഫസ്റ്റ് പാർട്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യം ജനനത്തീയതി ഫില്ല് ചെയ്യുക. എല്ലാവർക്കും അവരുടെ ജനനത്തീയതി അറിയാം. ഡേറ്റ്, മന്ത്, ഇയർ വെച്ചിട്ട് പൂരിപ്പിക്കാം. പിന്നെ ആധാർ നമ്പർ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ പൂരിപ്പിക്കാം, അല്ലെങ്കിൽ ഹൈഫൺ ഇട്ടാലും മതി. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ അത് പൂരിപ്പിച്ചോളൂ. പിന്നെ ഒരു മൊബൈൽ നമ്പർ, അതായത് ഒരു മൊബൈൽ നമ്പർ ചെയ്യാം. പിതാവിന്റെ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ പേര് നിർബന്ധമാണ്. പിതാവിന്റെ രക്ഷിതാവിന്റെ എപ്പിക് നമ്പർ, എപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ID കാർഡാണ്. ഇലക്ഷൻ ID കാർഡ് ലഭ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇനി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മാതാവിന്റെ പേര് എല്ലാവരുടെയും ID കാർഡിൽ ഉണ്ടാവും. മാതാവിന്റെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ, മാതാവിന്റെ ഇലക്ഷൻ ID കാർഡ് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതിയാവും. പിന്നെ പങ്കാളിയുടെ പേര്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് ബാധകമെങ്കിൽ, നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതിയാവും. പങ്കാളിയുടെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ മാത്രം, അതായത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇതിൽ നിർബന്ധമായിട്ടും പൂരിപ്പിക്കേണ്ട ജനനത്തീയതി നിർബന്ധമാണ്, മൊബൈൽ നമ്പർ നിർബന്ധമാണ്, പിതാവിന്റെ പേര് നിർബന്ധമാണ്, മാതാവിന്റെ പേര് നിർബന്ധമാണ്. ബാക്കിയെല്ലാം ഓപ്ഷനിലാണ്. വേണം എന്നുണ്ടെങ്കിൽ പൂരിപ്പിച്ചാൽ മതിയാകും. പാർട്ട് 1 പൂരിപ്പിച്ചവര് എന്താണ് ചെയ്യണമെന്നില്, 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് പാർട്ട് 1 പൂരിപ്പിച്ചതിന്റെ തൊട്ട് താഴെ ഉൾപ്പെട്ടവരാണെങ്കിൽ, 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ ഈ കാണുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. വോട്ടറുടെ പേരെന്താണെന്ന് നോക്കുക, അതിന്റെ എപ്പിക് നമ്പർ, ഇലക്ഷൻ ID ലഭ്യമെങ്കിൽ അത് പൂരിപ്പിക്കുക. പിന്നെ ബന്ധുവിന്റെ പേര്, അതായത് 2002 പട്ടികയിൽ അവരുടെ റിലേറ്റീവ്സിന്റെ നെയിം ഉണ്ടാവും, അവരുടെ ബന്ധം, പിന്നെ ജില്ല, സംസ്ഥാനത്തിന്റെ പേര്, അവരുള്ള നിയമസഭാ മണ്ഡലത്തിന്റെ പേര്. ഇപ്പം നിയമസഭാ മണ്ഡലം പയ്യന്നൂരാണെങ്കിൽ പയ്യന്നൂർ എന്ന് എഴുതാം. ഇനി തൊട്ട് താഴെ 3 കോളായിട്ടാണുള്ളത്. നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, അതിന്റെ ഭാഗം നമ്പർ എന്ന പാർട്ട് നമ്പറാണ്. 2002 വോട്ടർ പട്ടികയിലുള്ള ഭാഗം നമ്പറാണ്. അതിനുശേഷം ക്രമ നമ്പർ, സീരിയൽ നമ്പറാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവരാണെങ്കിൽ, അതായത് 2025 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരും കൂടാതെ 2002 വോട്ടർ പട്ടികയിൽ പെടാത്തവരുമാണെങ്കിൽ പൂരിപ്പിക്കേണ്ട എന്താണെന്ന് വെച്ചാല്, ആ 2002 അവരുടെ ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ ഉപ്പ ഉണ്ടാവും, അല്ലെങ്കിൽ മദർ ഉണ്ടാവും, ഫാദർ ഉണ്ടാവും, അല്ലെങ്കിൽ ബ്രദർ ഉണ്ടാവും, സിസ്റ്റർ ഉണ്ടാവും. അവരുടെ പേരാണ് എഴുതേണ്ടത്. വോട്ടർ പട്ടികയിൽ അവരുടെ പേര്, അവിടെ എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ. പിന്നെ ബന്ധുവിന്റെ പേര്, ആ വോട്ടർ പട്ടികയിൽ അവരുടെ റിലേറ്റീവ്സിന്റെ നെയിം ഉണ്ടാവും, അത് എഴുതാം. പിന്നെ ബന്ധം, എന്താണ് ബന്ധം എന്ന് എഴുതാം. പിന്നെ ജില്ല, സംസ്ഥാനം, അതിനുശേഷം സംസ്ഥാനത്തിന്റെ പേര്, പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര്. അതുകൂടാതെ തന്നെ അതിന്റെ താഴെ 3 കോളം വരച്ചിട്ടുണ്ടാവും. നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ, അതൊക്കെ കൃത്യമായിട്ട് പൂരിപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഇത് പൂരിപ്പിക്കാൻ അത്യാവശ്യം SSLC ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ സിമ്പിൾ ആയിട്ട് പൂരിപ്പിക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് BLA സമീപിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും എഴുതാനും വായിക്കാനും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ID പ്രൂഫ് കൊടുത്തിട്ട് തെറ്റുകൂടാതെ പൂരിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാവരും നിർബന്ധമായിട്ടും ഇത് ചെയ്തിരിക്കേണ്ടതാണ്. എല്ലാവരും വീഡിയോ കാണുക, പരമാവധി ഷെയർ ചെയ്യുക. താങ്ക്